രേഖയ്ക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു ദേഷ്യമില്ല. രഘു ചായ കുടിക്കും. അല്ല, ഞാൻ ഇന്നലെ ഒരുപാട് ഉറങ്ങിയല്ലേ? ആ, ഉറങ്ങി. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോ രേഖ കരഞ്ഞോ? രേഖ, നീ ഇങ്ങനെ ഇരിക്കല്ലേ, സങ്കടപ്പെടല്ലേ നീ, പ്ലീസ്. നോ രഘു, എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. സി, ഇനി മുതല് നിന്നോടൊപ്പം ഈ കിക്കിയെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. നിന്റെ ഇഷ്ടങ്ങളെ ഞാൻ നിഷേധിക്കാൻ പാടില്ലായിരുന്നു. ഇനി നിന്റെ കിക്കി എന്റെയും കൂടെ കിക്കിയ. സത്യമായിട്ടും? സത്യമായിട്ടും. യു നോ വാട്ട്, രഘു എന്റേതാ, എന്റേത് മാത്രം. സോ രഘുവിന്റേതെല്ലാം ഇനി എന്റേതും ആയിരിക്കും. ഇനി ഒരിക്കലും നീ ഈ വീട് വിട്ട് ഓടിപ്പോരുത്. എനിക്കത് സഹിക്കാൻ പറ്റില്ല രഘു. നിന്നെ ഞാൻ വഴക്ക് പറയും, ചീത്ത പറയുകയും ഒക്കെ ചെയ്യും. പക്ഷെ നീ ഇല്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഐ ലവ് യു രഘു. ഐ ലവ് യു സോ മച്ച്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. താങ്ക് യു രേഖ. ഐ ടു ലവ് യു. കിക്കി 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 കിക്കി. കൈ വെച്ചോ. കിക്കി. അമ്മേ, ഞാൻ പോകുന്നു. ബൈ. ശ്രീ, നിക്ക്. ചോറ് വേണ്ടേ നിനക്ക്? അയ്യോ, ഫോൺ എടുത്തില്ല. ഇങ്ങനെ ഇറങ്ങി ഓടിയാ നീ ഉച്ചയ്ക്ക് വായു ഭക്ഷിക്കോ? ശരി അമ്മേ. നീ ഇങ്ങനെ ധൃതി കാണിച്ചു പോകുമ്പോ എനിക്ക് ഒരു സമാധാനവും ഇല്ല. എന്തോ വല്ലാത്ത ടെൻഷൻ പോലെ. എനിക്കും അങ്ങനെ തന്നെ അമ്മേ. ആ ടെൻഷനൊന്നും തീർക്കാനാ നേരത്തെ ഇറങ്ങി ഓടുന്നത്. അങ്ങനത്തെ സംഭവങ്ങളല്ലേ ഈ വീട്ടില് നടക്കുന്നത്. അദ്ദേഹം എന്ത് കരുതുവോ എന്തോ. ഏതദ്ദേഹം? വേറെ ആര്? രവിവർമ്മൻ സാറ് തന്നെയാ. ഇന്നലെ സാറ് വരുന്ന നേരത്തെ തന്നെ നിങ്ങളൊരു സ്വീകരണ കമ്മിറ്റി ഏർപ്പാടാക്കിയിരുന്നില്ലേ? അല്ല, മനസ്സിലാകത്തോണ്ട് ചോദിക്ക, ആരോട് ചോദിച്ചിട്ടായിരുന്നു ആ നാടകം? ആരാ അവര്? എന്തിനാ തിരഞ്ഞു പിടിച്ച് ഈ വീട്ടിൽ തന്നെ കയറി വന്നത്? എന്നെ ചിലര് കാണാൻ വന്നാ അത് ഞാൻ അറിയണ്ടേ അമ്മേ? ഇത് ഇവിടുത്തെ ന്യായം മനസ്സിലാവുന്നില്ല. അല്ലേ, ഇത് എന്തോന്ന് കൂത്ത്? സഹദേവ മുതലാളി ഏർപ്പാടാക്കിയ കല്യാണത്തിന് നിനക്ക് സമ്മതാണെന്ന് നീയല്ലേ നിന്റെ അച്ഛനോട് പറഞ്ഞത്? പിന്നെന്താ ഇപ്പോഴൊരു ചോദ്യം? ഞാൻ സമ്മതിച്ചെന്നോ? എപ്പോ? ദേ, വെറുതെ ഓരോ ഇല്ലാ കഥകൾ പറയരുത്. ഏതായാലും ഇപ്പൊ എനിക്ക് സമയമില്ല. വൈകുന്നേരം വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ പോട്ടെ. ചേടാ, ഇവളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്? മൊത്തം ഇടം തിരിഞ്ഞാണല്ലോ. ഇനി പച്ചൻ വന്നിട്ട് ചോദിക്കും മോൾ എന്താ നേരത്തെ പോയെന്ന്. അവള് രവിവർമ്മ സാറ് സമാധാനിപ്പിക്കാൻ പോയതാന്ന് പറയാൻ പറ്റുമോ? എന്റെ ഈശ്വര, ഇതിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ശ്വാസം മുട്ടുവാണല്ലോ. എന്ത് പറയാനൊന്നു പറ, എന്തൊരു കഷ്ടമോ. അല്ല സരോജം, മോള് പോയോ? ഇത്ര നേരത്തെയോ? അപ്പൊ കാപ്പി കുടിക്കാതെ ആയിരിക്കുമല്ലോ പോയത്. അവളെന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്നോട്? ഇല്ല ഇല്ല,
അവളുടെ ബോസ് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞെന്ന്. എന്താടേ നിനക്കൊരു പരിങ്ങല് പോലെ? പരിങ്ങലോ? എന്ത് പരിങ്ങല്? കിടന്നുരുളണ്ട. നിന്റെ കണ്ണ് കണ്ടാലറിയാം നീ എന്തോ എന്നിൽ നിന്ന് ഒളിച്ചു വെക്കുന്നുണ്ടെന്ന്. ചേടാ, ഞാനെന്തോന്ന് ഒളിച്ചു വെക്കാൻ? എടേ, ചില പിള്ളേര് സ്കൂളിൽ നിന്ന് ക്ലാസ് കട്ട് ചെയ്ത് മാറ്റിനി സിനിമയ്ക്ക് പോകും. അവരുടെ മുഖം കണ്ടാ ദേ ഇതുപോലെ ഇരിക്കും. ഓ പിന്നെ എനിക്കതായിരുന്നല്ലോ പണ്ട് ജോലി. സരോജം, നീ എത്ര ഒളിക്കാൻ ശ്രമിച്ചാലും നിന്റെ മുഖത്ത് വ്യക്തമായി അറിയാൻ പറ്റും. ഉറപ്പായും നീ എന്നിൽ നിന്ന് എന്തോ ഒളിച്ചു വെക്കുന്നുണ്ടെന്ന്. എന്താടി, മോളെന്നെ കുറ്റം പറഞ്ഞിട്ടാണോ പോയത്? ആ, അച്ഛൻ വിചാരിച്ച നല്ലൊരു പയ്യനെ പോലും കണ്ടെത്താൻ പറ്റില്ലെന്ന്. അച്ഛന് വാചടിക്കാൻ മാത്രമേ കഴിവുള്ളൂ. ഒരു കാര്യവും നടക്കില്ലെന്ന് പറഞ്ഞോ നിന്നോട്? എന്താടി, ഈ വീട്ടിൽ അച്ഛൻ ഒന്നിനും കൊള്ളരാത്തവനാണെന്ന് അവള് നിന്നോട് പറഞ്ഞോ? അതാണ് പോയപ്പോ ഒരു വാക്ക് പോലും എന്നോട് പറയാത്തത്. അയ്യോ, ഒന്ന് നിർത്ത്. രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ കൊല്ലാക്കൊല്ല ചെയ്യുകയാണല്ലോ ഇവിടെ. എന്താടി നീ പറഞ്ഞത്? മോളെന്ത് പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ നിന്നെ ഞങ്ങൾ കൊല്ലാക്കൊല്ലയിലാണെന്നോ? നിങ്ങളെ പറ്റി അവൾ എന്തെങ്കിലും മോശമായിട്ട് പറയുമെന്ന് തോന്നുന്നുണ്ടോ? അവളുടെ മനസ്സിൽ നിങ്ങൾ എന്ന് ഹീറോയാണ്. നിങ്ങളെ കഴിഞ്ഞ അവക്ക് ഈ ലോകത്ത് മറ്റൊരു മനുഷ്യജീവിയുള്ളൂ. അതെ, നിങ്ങൾ ഇങ്ങനെ ഇല്ലാത്ത ഓരോന്നാലോചിച്ച് വിഷമിക്കാതെ. ആ, ഇന്ന് സാമ്പാറിന് എരിവ് കുറച്ചേ ഇട്ടിട്ടുള്ളൂ ഞാൻ. നിങ്ങൾക്ക് നെഞ്ചരിച്ചിലായതുകൊണ്ടേ ഇനി അധികം എരിവ് ഒന്നും കഴിക്കണ്ട. ചോറ് കുറച്ചിട്ട് പച്ചക്കറിയെ കൂടുതൽ വെച്ചിട്ടുള്ളത്. വെറുതെ ഓരോന്നാലോചിച്ച് വിഷമിക്കുമ്പോഴാ ആരോഗ്യം പോകുന്നത്. മോൾക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലെന്ന് പറഞ്ഞല്ലോ, അത് വലിയൊരു ആശ്വാസം. എനിക്ക് മതി. ഈശ്വര, മോളെ ഇങ്ങനെ നെഞ്ചെടുപ്പ് പോലെ കരുതുന്ന ഈ മനുഷ്യനോട് ഞാൻ എങ്ങനെ അവളുടെ ബന്ധം പറയും? നെഞ്ചിക്കൂടി തീ ആളുകയാണല്ലോ. നമ്മള് ഈ വീട്ടിലൊരു കല്യാണാലോചനയ്ക്ക് വന്നതാ. ഞങ്ങളുടെ മകന് പെണ്ണ് ചോദിച്ചു. ഒപ്പം അവളുടെ വിവാഹം നടന്നു കിട്ടണമെന്ന് അനുഗ്രഹിക്കണം സാർ. അതാണ് എൻ്റെ മോൾക്ക് ഇപ്പൊ വേണ്ടത്. നീ എന്താ അത്യാവശ്യം കാണണമെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞിരുന്നില്ല, ഇന്നലെ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ വിവാഹാലോചനയായിട്ട് വന്ന വീട്ടുകാര്. എനിക്കവരുടെ എല്ലാ ഡീറ്റെയിൽസും വേണം, അർജന്റ്. ഏയ് രവി, നീ എന്താ ഈ പറയുന്നത്? ആ, പ്രായമായ പെൺകുട്ടികളുള്ള വീട്ടിൽ ആൾക്കാർ വിവാഹാലോചനയായി വരുന്നത് സർവ്വസാധാരണമല്ലേ? ഇതിന്റെ പുറകെയൊക്കെ നമ്മൾ പോകേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. മറ്റു വീടുകളിലൊക്കെ അത് സർവ്വസാധാരണമായിരിക്കും. പക്ഷേ അത് എൻ്റെ പെണ്ണിൻ്റെ വീട്. അവിടെ ആരും വിവാഹാലോചനയായിട്ട് വരണ്ട. എനിക്കിഷ്ടമല്ലത്. ശരി സാർ, ഞാൻ എല്ലാം അന്വേഷിച്ച് ഡീറ്റെയിൽസ് തരാം. സർ, ഗുഡ് മോർണിംഗ്. എന്തു പറ്റി സർ? ഒരു വെരി കോൾ റെസ്പോൺസ്. ഇസ് എവറിത്തിങ് ഓൾ റൈറ്റ്? ഐ എം ഫൈൻ സാൻഡ്ര. വന്ന കാര്യം പറഞ്ഞോളൂ. സോറി സർ, ഇന്നലെ സാറിന് എന്ത് പ്രോഗ്രാം ആയിരുന്നു എന്നറിയില്ല. പക്ഷേ ഞാൻ തയ്യാറാക്കിയ എല്ലാ ഷെഡ്യൂളും ചേഞ്ച് ആയി. യു വേ ടോട്ടലി അൺഅവൈലബിൾ.
എനിവേസ് ഇന്നലെ സാർ പോയ കാര്യം സക്സസ് ആയെന്ന് കരുതുന്നു. എനിക്ക് ചാർട്ട് ചെയ്യുന്ന ഷെഡ്യൂളിൽ ഇടയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിൽ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സർ, അല്ല, ഞാൻ ഷെഡ്യൂൾ മാറ്റുന്നതിൽ തനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോ സർ, നോ, നെവർ. ഞാൻ സാറിനോട് കാഷ്വലായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അത് തെറ്റായിപ്പോയെങ്കിൽ ക്ഷമിക്കണം. ഐ എം സോറി. ഗുഡ് മോർണിംഗ് സർ. ആ ശ്രീലക്ഷ്മി, എനിക്ക് തന്നോട് അല്പം സംസാരിക്കാനുണ്ട്. ഓ, ഇവിടെ വെച്ച് വേണ്ട, നമുക്കൊന്ന് പുറത്തു പോവാം. എക്സ്ക്യൂസ് മീ സർ, ഇറ്റ്സ് ബെറ്റർ ഫോർ മീ ടു ലീവ്. പ്ലീസ്. എവിടേക്കാ സർ നമ്മൾ പോകുന്നേ? അല്പം ദൂരെ. താൻ എന്നോട് ക്ഷമിക്കണം. ആക്ച്വലി ഞാൻ പലതും തീരുമാനിച്ച തൻ്റെ വീട്ടിലേക്ക് വന്നത്. പക്ഷേ കരുതിയതുപോലെ ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഐ എം സോറി. കുഴപ്പമില്ല സർ. സാറിന് എന്താ പ്രോബ്ലം ഉണ്ടായിരുന്നു എന്ന് തോന്നിയിരുന്നു. ഇടയ്ക്ക് ഫോണും വന്നല്ലോ. എന്തു പറ്റി സർ? എന്താ സംഭവിച്ചേ? അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. പ്ലീസ് കം. അല്ല, ഇതാര്? സഹദേവ മുതലാളിയോ? കുറച്ചു ദിവസം ആയല്ലോ കണ്ടിട്ട്. അല്ല, കടയിൽ നിന്ന് ഇറങ്ങാൻ സമയം വേണ്ടേ അല്ലേ? അല്ല, എന്താ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയത്? സുദർശൻ ചേട്ടനെ ഒന്ന് കാണണം. ഞാൻ ഇന്നലെ ഒരു കല്യാണ പാർട്ടി അയച്ചിരുന്നു. അതെന്തായെന്ന് അന്വേഷിക്കാനാ. ആ, അറിഞ്ഞ്. അല്ല സഹദേവ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ സുദർശന്റെ മോളെ കെട്ടിച്ചു വിട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ലാഭം കിട്ടാനാ? വല്ല കമ്മീഷൻ വല്ലതും തടയുവോ? ബ്രോക്കർ ഫീസായിട്ട്? നിങ്ങൾ എന്ത് വർത്തമാനായി പറയുന്നത്? സുദർശൻ ചേട്ടൻ എന്റെ കടയിലെ ജീവനക്കാരനാണ്. അങ്ങേരുടെ മകൾക്ക് നല്ലൊരു ആലോചന തരപ്പെടുത്തി കൊടുക്കുന്നതിൽ എന്താ ഒരു തെറ്റ്? ബ്രോക്കർ ഫീസ് വാങ്ങിച്ചിട്ടാണോ നിങ്ങളുടെ സുഹൃത്തിന്റെ വീട്ടിൽ ഒരു കല്യാണ പാർട്ടി അയക്കുന്നത്? അതെ, സുഹൃത്തുക്കൾ തമ്മിൽ. സുദർശൻ നിങ്ങളുടെ കടയിലെ ജോലിക്കാരനല്ലേ? പിന്നെ എന്തിനാ തനിക്ക് വേണ്ടാത്ത പണി? പണി വേണ്ടാത്തതാണോ വേണ്ടതാണെന്നോ ഞാൻ തീരുമാനിച്ചോളാം. നിങ്ങളെന്താ രാവിലെ വഴിയിൽ ഉടക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ? അല്ല, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ഇതൊക്കെ തന്നെയല്ലേ പണി. നിർത്തണം. ഈ ത്രിവിക്രമനെ താൻ അങ്ങനെ കളിയാക്കിയൊന്നും വേണ്ട. എനിക്ക് ഈ ഫോണിൽ കുത്തിയ ബിസിനസ് ചെയ്യാൻ പറ്റും. തന്നെ പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കടയിൽ കുത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? സമ്മതിച്ചു. താൻ വലിയ കച്ചവടക്കാരൻ തന്നെ. നമ്മൾ പാവങ്ങളെ ഉപദ്രവിക്കാതെ വിട്ടേക്ക്. ഞാൻ പോട്ടെ. പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. താൻ ഇന്നലെ ഓവർ സ്മാർട്ടായിട്ട് ചിലരെ പറഞ്ഞു വിട്ടില്ലേ കല്യാണം ആലോചിക്കാൻ? ആ ആലോചന ഞാൻ വേരോടെ പിഴുതു കളഞ്ഞു. താൻ ഉണ്ടാക്കിയ ആലോചന ഞാൻ അലസിപ്പിരിഞ്ഞു എന്ന് സാരം. എന്ന് പറഞ്ഞ താനെന്താ പറഞ്ഞു വരുന്നേ? എനിക്ക് മനസ്സിലായില്ല. താൻ എന്ത് കാണിച്ചെന്നാ? താൻ ഇന്നലെ സുദർശന്റെ വീട്ടിൽ ഒരു കല്യാണ പാർട്ടിയെ പറഞ്ഞു വിട്ടില്ലേ? അവരെ വന്ന വഴിക്ക് തന്നെ ഞാൻ അങ്ങ് തിരിച്ചയച്ചു. അതിന് ഞാൻ ഇറക്കിയ ഒരു ചെറിയ നമ്പരാ. ആ കൊച്ചിന് വേറൊരു ലൈൻ ഉണ്ടെന്ന് പറഞ്ഞു. അവിഹിതം. ഒരു വലിയ മുതലാളിക്കൊപ്പം. പൊലിപ്പിച്ച് പറഞ്ഞെന്ന് കൂട്ടിക്കോ. അത് കേട്ടത് അവര് കണ്ടം വഴിയെ ഓടി. പകരം സുദർശന്റെയും തന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാനൊരു ഫ്രോഡ് ടീമിനെ ഇന്നലെ തന്നെ അറേഞ്ച് ചെയ്ത് സുദർശന്റെ വീട്ടിലേക്ക് അയച്ചിരുന്നു. 2 നാടകക്കാരെ.
അത് കലക്കി കൈ കൊടുത്തിട്ടുണ്ട്. ഛേ, താനിതെന്ത് പണിയാ കാണിച്ചേ? ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെ അപവാദം പറയാന്ന് വെച്ചാ? പറയൂടോ, ഇനിയും പറയും ഞാൻ. സുദർശന്റെ മോക്ക് അങ്ങനെ ഒരു നല്ല ബന്ധം വരാൻ പാടില്ല. സമ്മതിക്കില്ല ഞാൻ. നമസ്കാരം സാർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് ത്രിവിക്രമന്റെ കലാപരിപാടികൾ? തന്റെ പഴയ സുഹൃത്തല്ലായിരുന്നു? ഇപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളാണ് സാർ. തന്നോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ. അവസരം തരും, അപ്പൊ ആ തിരുവാ തുറന്നാ മതി. അല്ല, സഹദേവ മുതലാളി ഇന്ന് കട തുറന്നില്ലേ? ഇവിടെ എന്താ കാര്യം? ഞാൻ സുദർശനൻ ചേട്ടനെ ഒന്ന് കാണാൻ. ഓ, ശരി ശരി. ആ, എന്നാ താമ്പയ്ക്കോ. എനിക്ക് ഈ ഫ്രോഡ് ത്രിവിക്രമനോട് അല്പം സംസാരിക്കാനുണ്ട്. ശരി സാർ. ആ, പിന്നെ മുതലാളി, ഈ കൂട്ടുകെട്ട് തനിക്കത്ര നല്ലതല്ല. പണ്ടൊരു മഴയുള്ള രാത്രി ഓർമ്മയുണ്ടല്ലോ? ഓ, ഇനി ശ്രദ്ധിച്ചോളാം. ആ, ശരി. ത്രിവിക്രമ, എനിക്ക് തന്നോട് അല്പം സംസാരിക്കാനുണ്ടല്ലോ. നമ്മൾ കുറച്ചു ദിവസം മുമ്പ് സംസാരിച്ചാണ് സാർ. അതിന്റെ വേദന ഇപ്പോഴും തീർന്നിട്ടില്ല. വെരി ഗുഡ്. അപ്പോ കിട്ടിയതിന്റെ ഓർമ്മ മറന്നിട്ടില്ല. പക്ഷേ അന്ന് മുഴുവനും സംസാരിച്ചില്ല ഞാൻ. കുറച്ചുകൂടി ഇനിയും ബാക്കിയുണ്ട്. അന്ന് അനുവാദമില്ലാതെ ഹെലിപ്പാഡിൽ കയറിയതാണെങ്കിൽ ഇന്ന് വിഷയം മറ്റൊന്ന്. ആൾമാറാട്ടം നടത്തുന്നതിന് കൂട്ടുനിൽക്കാം. എന്താ, നമുക്കങ്ങ് സംസാരിച്ചു തുടങ്ങിയാലോ? സംസാരിക്കാൻ സാർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കൂടെ ആരും വന്നിട്ടില്ലല്ലോ. ഏയ്, ഇന്ന് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ കൂട്ടിന് ദേ ഇവൻ മാത്രം. ശരി സാർ, മനസ്സിലായി. സാറ് പറഞ്ഞോളൂ, ഞാൻ കേൾക്കുന്നുണ്ട്. സന്തോഷം. അല്ല, ഇവിടെ വീട്ടിൽ ആരൊക്കെയുണ്ട് ത്രിവിക്രമന്? സഹോദരിയുണ്ട്, സഹോദരിയുടെ മകൾ, പിന്നെ എന്റെ മകൻ ദീപു. അങ്ങനെ ഞങ്ങൾ 4 പേരുണ്ട് സാർ. ഗ്രേറ്റ്. അപ്പോ ത്രിവിക്രമന് വയ്യാതായി ഹോസ്പിറ്റലായാൽ ഇവരൊക്കെ നോക്കിക്കോളൂ അല്ലേ? പിന്നെ പൊന്നുപോലെ നോക്കിക്കോളൂ സാർ. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. ഈ കോളനിയിൽ ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഞാൻ വല്ല അസുഖം വന്ന് ഹോസ്പിറ്റലിലായാൽ കോളനിക്കാർ മുഴുവൻ അവിടെ വന്ന് കാവൽ കിടക്കുമെന്ന് എനിക്ക് ഉറപ്പാ. എനിക്കത് നന്നായിട്ട് അറിയാൻ ത്രിവിക്രമ. ആരോടും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ അവരുടെ വലിയ ദോസ്തല്ലേ? സന്തോഷം സാർ, വളരെ വളരെ സന്തോഷം. അല്ല സാർ, എനിക്ക് വയ്യാതായ വീട്ടുകാർ നോക്കിക്കോളൂ എന്ന് ചോദിച്ചത് അതെന്തിനാണെന്ന് മനസ്സിലായില്ല. കാര്യമുണ്ട്. അതെ, ഇനി ചിലപ്പോ തനിക്ക് നടക്കാൻ പറ്റാതെ വരും. പണ്ട് തന്റെ കയ്യെ ഞാൻ തല്ലി ഒടിച്ചുള്ളൂ. ഇനി തല്ലി ഒടിക്കാൻ പോകുന്നതേ തന്റെ കയ്യല്ല, കാല. 24 മണിക്കൂറും കട്ടിലിൽ കിടക്കേണ്ട അവസ്ഥ. ഇപ്പോഴേ തന്റെ 2 മുട്ടുകാലും ഞാൻ വെടിവെച്ച് തകർക്കാൻ പോവുക. അയ്യോ സാർ, ഞാനെന്ത് തെറ്റ് ചെയ്തു സാർ? സാറെന്തിനാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ശിക്ഷിക്കും. അതൊരൊറ്റ കാര്യത്തിന്, ശ്രീലക്ഷ്മി മേഡത്തിന്റെ കല്യാണം മുടക്കാൻ നടന്നതിന്.